പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ടാറ്റ നാനോയുടെ സ്പാർക്ക് പ്ലഗിലോട്ട് പോകുന്ന HD കേബിൾസാണ്. അപ്പോൾ വണ്ടിയുടെ പ്രശ്നം മിസ്സിങ് ഒന്നുമില്ല. ചില സമയങ്ങളിൽ വണ്ടി കുറേ ദൂരം ഓടി നല്ല ചൂടൊക്കെ ആയിക്കഴിഞ്ഞ് ചില സമയങ്ങളിൽ വണ്ടിക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം വരുന്നു. ചിലപ്പോൾ തന്നെ വണ്ടി ഓഫായി പോകുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ചിലപ്പം രാവിലെയൊക്കെ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട്, മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുക, വണ്ടിക്ക് വൈബ്രേഷൻ ഇതൊക്കെ ഉണ്ടാവുക. മൊത്തത്തിൽ വണ്ടിക്ക് നമ്മൾ ഡോറ് തുറന്നിടുവാണെങ്കിൽ ഡോറൊന്ന് വൈബ്രേറ്റ് ആകുന്ന പോലെ കാണും. അതിൻ്റെയൊക്കെ പ്രധാന കാരണം പ്ലഗിലോട്ട് കറക്റ്റായിട്ട് സപ്ലൈ എത്തുന്നില്ല, അല്ലെങ്കിൽ പ്ലഗിൻ്റെ കാലപ്പഴക്കം അതൊക്കെ കൊണ്ടാണ്. പ്ലഗ് നിങ്ങൾ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. പ്ലഗ് ഇതിൻ്റെ നല്ലതായിരുന്നു. ഇനി നമുക്ക് ഈ കേബിളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് അഴിക്കുമ്പം ഇവിടെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബ്ലാക്കായിട്ട്. അതൊക്കെ ഞാൻ പേപ്പറിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തു. ഇനി നിങ്ങൾക്കിത് നല്ലതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മൾട്ടിമീറ്റർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു പ്രോബ് ഞാൻ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1 കിലോ ഓമിനടുത്ത് വരുന്നുണ്ട്. നമ്മൾക്കൊരു 800 ഓംസ് തൊട്ട് ഒരു 800 ഒരു 600 ഓംസ് തൊട്ട് നമ്മൾക്ക് ഈ ചെറിയ കേബിളിന് ടാറ്റ നാനോയുടെ ലെങ്ത് കൂടുമ്പം ഓംസും കൂടും. ഇതുകൊണ്ട് ഇപ്പം 1 കിലോ ഓമിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത കേബിൾ നോക്കാം. ഇതും 1 കിലോ ഓം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ചില സമയങ്ങളിൽ ഇതൊന്ന് വലിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓംസിന് വ്യത്യാസം വരുന്നതാണ്. അതായത് ഇത് ഡിസ്കണക്റ്റ് ആകുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ റീഡിങ് കാണിക്കുന്നില്ല. ഇതൊന്ന് നമ്മളൊന്ന് ഷേക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് കറക്റ്റായിട്ട് വർക്കാവും. അതായത് ഈ ഭാഗത്തായിട്ട് ഇതിനെന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പാണെങ്കിൽ ഹൈ വോൾട്ടേജ് ആയ കാരണം അത് കത്തി പിടിച്ചോളും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ എന്തെങ്കിലും കാരണം വെച്ചാൽ നല്ല ഹീറ്റ് ആകുമ്പോൾ, ബോഡി നല്ല ഹീറ്റ് ആകുമ്പോൾ, എഞ്ചിനൊക്കെ നല്ല ഹീറ്റ് ആകുമ്പോൾ ഇത് വർക്കാകത്തില്ല. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട്. ഒരു 1 കിലോ ഓമിനടുത്ത് വരുന്നുണ്ടോ എന്ന് കണ്ടോ. ഇപ്പോഴിത് വർക്കാകുന്നുണ്ട്, റീഡിങ് കാണിക്കുന്നുണ്ടോ 1 കിലോ ഓം. ജസ്റ്റ് ഇതൊന്ന് വിട്ട് കഴിയുമ്പം ഇതാകത്തില്ല. അപ്പോൾ ഇത് ഹീറ്റ് ആകുന്ന സമയത്ത് ആണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇത് മാറ്റുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് മാറ്റി കൊടുത്താൽ മതി.